അവിടത്തെയും ഇവിടത്തെയും വള്ളിക്കെട്ടുകൾ പിടിച്ച് ഇവിടെ വീട്ടുകാർ നെഗറ്റീവായിക്കൊണ്ടിരിക്കുകയാണ്. ഷാനവാസിൻ്റെ ഒപ്പം പോയി ആദില കട്ടപ്പയായിട്ടുണ്ട്. അനീഷ് ഷാനവാസിനെ ഫ്രണ്ടാക്കിക്കൊണ്ട് അനീഷിൻ്റെ സ്വയം ഇൻഡിവിജ്വൽ പ്ലേ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒറ്റയാനെന്ന സംഭവം അനീഷിൽ നിന്ന് എടുക്കപ്പെട്ടിരിക്കുകയാണ്. പിന്നെ ജിസലും ആരിനും ഹ്യൂമിനിറ്റി പിടിച്ചുകൊണ്ടിരുന്ന് കളിക്കുകയാണ്. സൈഡിലായി നമ്മുടെ ജിഷിനും നമ്മുടെ അനുമോൾ പ്രശ്നം അത് അങ്ങനെ വേറെ വഴിക്ക് നടക്കുന്നുണ്ട്. അനുമോൾ ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എന്ന് ജിഷിൻ പറഞ്ഞിരിക്കുകയാണ്. KGF ലുക്കിൽ ഡയലോഗൊക്കെ പറഞ്ഞ് നമ്മുടെ ഷാനവാസ് അങ്ങനെ മാസ് കാണിച്ചിരിക്കുകയാണ്. ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ നല്ല ക്യാപ്റ്റൻസി ടാസ്ക് നടക്കുകയുണ്ടായിരുന്നു. അതിൽ നല്ല മികച്ച വിജയം കാഴ്ചവെച്ച് നമ്മുടെ ഒനിൽ ക്യാപ്റ്റനായി മാറിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് ബിഗ് ബോസ് വീട്ടിൽ ഈ കഴിഞ്ഞ മണിക്കൂർ സംഭവിച്ചിരിക്കുന്നത്? സോ നമുക്ക് വൈകിപ്പിക്കേണ്ട തുടങ്ങാം. 4 മണി മുതൽ രാത്രി 9 മണി വരെയുള്ള ലൈവ് അപ്ഡേറ്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് മലയാളം ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇതുപോലുള്ള ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനൊക്കെ ആയിട്ട് നമ്മുടെ ഇൻസ്റ്റാ പേജ് മറക്കാതെ ഫോളോ കൂടി ചെയ്തേക്കണം. വീഡിയോ കാണാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. നമുക്ക് ആദിലിനെ ഒരു കാര്യം എടുത്ത് നോക്കുക കഴിഞ്ഞാൽ ആദിൽ അവിടെ ടോട്ടലി പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടലി പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലേക്കാണ് ആദിലെ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ആദിലെത്തി എന്ന് വേണം പറയാൻ. ആദിൽ തന്നെയാണ് ഇതിനുള്ള കാരണം. ആദിൽ അങ്ങനെ എത്തി. ഇനി നമ്മുടെ ജിസൈനും ആരിനും, അതായത് ജിസൈൻ്റെ ആരിനും കാര്യം പറയുകയാണെങ്കിൽ രണ്ടുപേരുടെ ഭാഗത്തുനിന്നും ഒരു ഗെയിമൊന്നും കാണുന്നില്ല. അതായത് ജിസൈൻ്റെ കാര്യം, അതായത് ഗെയിം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. കാരണം ഇപ്പോൾ ജിസലിൻ്റെ ഭാഗത്തുനിന്ന് ഒരു 0% ഗെയിമിൻ്റെ ഒരു സ്പിരിറ്റ് കാണാനുള്ളത്. കാരണം മുമ്പൊക്കെ ആരെങ്കിലും എന്ത് ഗെയിം വന്നാലും നല്ല 100% കൊടുത്ത് കളിക്കുന്നത് ജിസലിനെയാണ് നമ്മൾ കണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ജിസലിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഗെയിമും ഇല്ല. 0% ജിസലിൻ്റെ ഭാഗത്തുനിന്നുള്ള ഗെയിം കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ആരിൻ്റെ ഭാഗത്തുനിന്ന് അത് തന്നെയാണ് കാണാൻ പറ്റുന്നത്. ഇവർ രണ്ടുപേരുള്ള കോംബോയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അതായത് ജിസൈൽ ഇപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആരിന് എന്തെങ്കിലും ആരെങ്കിലും വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പോയിട്ട് ജിസൈൽ പോയി റിയാക്ട് ചെയ്യും. അതുപോലെ തന്നെ ജിസൈലിന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആരിന് ഉടനെ വന്ന് റിയാക്ട് ചെയ്യും. കാരണം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മൂട് താങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ അതായത് അല്ലെങ്കിൽ എന്തെങ്കിലും ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിന് പോയിട്ട് ജിസൈൽ റിയാക്ട് ചെയ്യും. ഇതാണ് ജിസൈൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ജിസൈലിന് ഇവിടെ ഒന്നും ചെയ്യാനില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ജിസൈൽ എത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതാണ് ഹ്യൂമാനിറ്റി എന്ന് പറയാൻ കാരണം. ഇനി ആദിലയുടെ കാര്യം പറഞ്ഞാൽ ആദില, നൂറ ഇവർ 2 കണ്ടസ്റ്റൻസ് ആയിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഒറ്റ കണ്ടസ്റ്റൻസ് ആയിട്ടില്ല, 2 കണ്ടസ്റ്റൻസ് ആയിട്ടാണ് നിൽക്കാനാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇവരപ്പോൾ എങ്ങനെ നിൽക്കുന്നത്? ഒറ്റക്കെട്ടായിട്ടാണ് ഇപ്പോൾ ഇപ്പോഴും കളിക്കുന്നത്. കാരണം ഇവർ രണ്ടുപേരും വെവ്വേറെ കളിക്കണമെന്നായിരുന്നു ബിഗ് ബോസ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇവർ കളിക്കുന്നത് ഒറ്റക്കെട്ടായിട്ടാണ്. എല്ലാ ഗെയിം പ്ലാനും എല്ലാം ചെയ്യുന്നത് ഒറ്റക്കെട്ടായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഷാനവാസിനോട് പോയിട്ട് നമ്മുടെ ആദില ബ്രദർ ഫീൽ വന്നു. അതുപോലെ തന്നെ ഒരുപാട് ഷാനവാസിനെ സപ്പോർട്ട് ചെയ്തു. ഷാനവാസിന് വേണ്ടി പോയി നെവിൻ അഗൻസ്റ്റ് ആയിട്ട് പറഞ്ഞു. അതുപോലെ തന്നെ അവസാനം ഇത് നെവിൻ അഗൻസ്റ്റ് ആയിട്ട് പറഞ്ഞതിൽ കൺഫ്യൂഷനായി. പിന്നെ പ്രവീണിൻ്റെ കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ വന്നു. അങ്ങനെ അവസാനം എന്ത് ചെയ്തു? നെവിൻ്റെ കൂടെ നിന്നു. ആദില നെവിൻ്റെ കൂടെ നിന്നു. അപ്പോൾ ഷാനവാസിന് എതിരെ നിന്നു. എന്നിട്ട് ഷാനവാസിനെതിരെ പറഞ്ഞു. ഇപ്പോൾ ഷാനവാസ് എന്ത് പറഞ്ഞു? നിങ്ങൾ എന്നെ നെഞ്ചിൽ കൊണ്ട് നടന്നതാണ്, നിങ്ങൾ അതിനെ തിരിച്ചു തന്നു. അങ്ങനെ എന്തായി? അങ്ങനെ ആദില കട്ടപ്പയായിട്ട് മാറി. അതാണ് ആദിലയ്ക്കുള്ള കുഴി ആദില തന്നെ കുഴിച്ചു. അതാണ് പറയാനുള്ളത്. ആദില ഇവിടെ കട്ടപ്പയായിട്ട് മാറി. ഇനി അനീഷിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിന് ഫ്രണ്ട്ഷിപ്പൊക്കെ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണം. ഫ്രണ്ട്ഷിപ്പൊക്കെ വളരെ നല്ലതാണ്. നല്ല ഫ്രണ്ട്ഷിപ്പൊക്കെ കൂടുന്നത് നല്ലതാണ്. അവർ തമ്മിൽ രണ്ടുപേരും നല്ല ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ അനീഷിൻ്റെ ഇൻഡിവിജ്വൽ പ്ലേ എവിടെ പോയി? അത് നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അനീഷ് ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്ന സമയത്ത് അനീഷ് നല്ലൊരു ഗെയിം പ്ലാനും കാര്യങ്ങളൊക്കെ ഒറ്റ മൈൻഡിൽ നിന്ന് കളിച്ചിരുന്ന ഒരു പ്ലെയർ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അനീഷ് ഷാനവാസിനോടൊപ്പം ചേർന്നതിന് ശേഷം ഗെയിം ഒന്നും കാണുന്നില്ല. ഇൻഡിവിജ്വൽ പ്ലേ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഷാനവാസിൻ്റെ ഒപ്പം ചേർന്നതിന് ശേഷം. കാരണം ഒറ്റയാനെന്നുള്ള വാക്ക് അത് അനീഷിന് കയ്യിൽ നിന്ന് നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയെങ്കിലും ആ പിടിയിൽ നിന്ന് തിരിച്ചു വന്നില്ലെങ്കിൽ അനീഷിന് മുന്നോട്ട് പോക്ക് എങ്ങനെയായിരിക്കും എന്നൊക്കെ നമുക്ക് കണ്ടറിയേണ്ടത് തന്നെയാണ്. അനീഷിന് നമ്മുടെ ഷാനവാസിനെ എതിർത്ത് നിന്നിരുന്ന ആളാണ്. അതായത് എതിർത്ത് നിന്നിരുന്നു. പക്ഷേ ഷാനവാസിന് അനീഷിന് ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അനീഷിന് തിരിച്ചൊന്നും പറയാൻ പറ്റുന്നില്ല. കാരണം ഷാനവാസിനെ എതിർക്കാൻ പോലും ഇപ്പോൾ അനീഷിന് പറ്റുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷ് അവിടെ ലോക്കായി. അതായത് ഈ ഫ്രണ്ട്ഷിപ്പിൽ അനീഷ് കുടുങ്ങി.
അല്ലെങ്കിൽ കുടുക്കി എന്ന് വേണം പറയാൻ, അവിടെ ലോക്കായി 100% ലോക്കായി കിടക്കുകയാണ് ചെയ്യുന്നത്. അനീഷ് ഇവിടെ നല്ല ഗെയിം കളിച്ചിരുന്നു. അപ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ നടന്നത്. അതാണ് ഉണ്ടായത്. കാരണം ഷാനവാസ് പറഞ്ഞിരുന്നു ഞാൻ എൻ്റെ ഫ്രണ്ട്ഷിപ്പിലേക്ക് നിന്നെ കൊണ്ടുവരുമെന്ന് പറഞ്ഞിരുന്നു. അത് തന്നെ സംഭവിച്ചു. ഇവിടെ വന്നു ലോക്കായി. ഇനി തിരിച്ചു നോക്ക് എങ്ങനെ ഉണ്ടായിരിക്കും, സംഭവമാണോ അസംഭവ്യമാണോ എന്നും നമുക്ക് കണ്ടറിയുന്നത് തന്നെ വേണം. ഇനി ഷാനവാസിൻ്റെ ഒപ്പം നമ്മുടെ അനീഷ് നിന്നിട്ട് നന്നായിട്ട് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നന്നായിട്ട് നിന്ന് കളിക്കുന്നുണ്ട്. ഇനി കാണേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷാനവാസ് അനീഷിന് വേണ്ടി നിൽക്കുമോ എന്നുള്ളതാണ്. അതായത് എന്ത് പ്രശ്നം വന്നാലും ഇപ്പോൾ ഷാനവാസിൻ്റെ ഒപ്പം നമ്മുടെ അനീഷ് നിൽക്കുന്നുണ്ട്. അതുപോലെ അനീഷിന് എന്ത് പ്രശ്നം വന്നാലും നമ്മുടെ ഷാനവാസ് ഒപ്പം നിൽക്കുമോ എന്നുള്ളതാണ് ഇനി നമുക്ക് കണ്ടറിയേണ്ടത്. അത് നമുക്ക് ഉണ്ടാകുമോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. ഇവിടെ ഷാനവാസ് ഗെയിം കളിക്കുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പെർഫോമൻസ് കാഴ്ച ചെയ്യുന്നുണ്ട് നമ്മുടെ ഷാനവാസ്. അനീഷും ഷാനവാസും തമ്മിൽ അതിനുശേഷം സംസാരിക്കുന്നുണ്ട്. അനീഷ് പറയുന്നു, ഇപ്പോൾ നിങ്ങളോട് എനിക്ക് കൂടുതൽ സത്യസന്ധത നിങ്ങളിൽ കൂടുതലുണ്ടെന്ന് തോന്നുന്നു. ഞാൻ നിങ്ങളെ കൂടുതൽ വിശ്വസിക്കുന്നു എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഷാനവാസ് പറയുന്നു, എൻ്റെ നെഞ്ചിൽ കൊണ്ടുവന്നത് പെങ്ങന്മാരാണ് ഇവർ എന്ന് പറയുന്നു. അപ്പോൾ ഷാനവാസ് ഇവിടെ ഉഗ്രൻ ഗെയിം കളിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതായത് ചിലപ്പോൾ അനീഷിനെതിരെ നിന്ന് കളിക്കുന്നുണ്ടായിരിക്കാം, അതൊന്നും പറയാൻ പറ്റത്തില്ല നമുക്ക്. കാരണം ഷാനവാസിൻ്റെ ഫ്രണ്ട്ഷിപ്പിൽ കുടുക്കി വെച്ച് ഷാനവാസ് നല്ല ഗെയിം കളിക്കുന്നുണ്ട്. പക്ഷേ അനീഷിൻ്റെ ഗെയിം ഇവിടെ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. പക്ഷേ എതിരെ നിന്ന് കളിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ അങ്ങനെ നിന്ന് കളിക്കാനായിരിക്കാം ചിലപ്പോൾ നമ്മുടെ ഷാനവാസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്, ഒന്നും പറയാൻ പറ്റത്തില്ല. ഇനി അതിനുശേഷം നമ്മുടെ ലക്ഷ്മി ഷാനവാസിനോട് എന്തോ ഷാനവാസിനെ പറ്റി എന്തൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ ലക്ഷ്മി പറയാണ്, ഷാനവാസ് എന്നോട് ചുച്ചു എന്ന് കാണിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് താ പോയി കേസ് കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഷാനവാസിൻ്റെ സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഷാനവാസിൻ്റെ ഒരു വികൃതമായ മുഖമാണ് നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നത്. അതിനുശേഷം നമ്മുടെ അഭി പറയുന്നുണ്ട്, നമ്മുടെ അല്ല നീ എന്തിനാണ് എല്ലാം പറയുമ്പോൾ എതിർത്ത് പറയാൻ പോകുന്നത്, നീ എന്തിനാണ് തുള്ളിച്ചാടുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട്, നീ ചെന്നായിയാണ്. അപ്പോൾ അഭി നീ പോടാ പട്ടി എന്ന് അഭി തിരിച്ചു വിളിക്കുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് എടാന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അഭിയുടെ തുപ്പലൊക്കെ തെറിക്കുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട്, ഇതിൽ നീ തുപ്പുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനിടയിൽ നമ്മുടെ ചുച്ചു തിരിച്ച് കാണിക്കുന്നുണ്ട് നമ്മുടെ ഷാനവാസ് കേട്ടോ. നീ ഇവിടെ വാ ടോണിക്കുട്ട എന്നൊക്കെ വിളിച്ചിട്ട് അങ്ങനെ ചുറ്റു പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. നമ്മൾ നായകനെ വിളിക്കുക അതുപോലെ വിളിക്കുന്നുണ്ട്. അങ്ങനെ പുറകെ നടക്കുന്നുണ്ട്. അപ്പോൾ അഭി പറയുന്നുണ്ട്, നീ എന്നെ ചെന്നായി എന്ന് വിളിച്ചില്ലേ, അതുകൊണ്ടാണ് ഞാൻ നിന്നെ പോടാ പട്ടി എന്ന് വിളിച്ചതെന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ ഇടയിലാണ് നമ്മുടെ അനു കിച്ചണിൽ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ പ്രശ്നം വരുന്നത്. ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, അതൊന്ന് മീൻകറിയാണ് വെക്കേണ്ടത്. അപ്പോൾ നെവീനോടാണ് പറയുന്നത്, അതായത് മീൻകറി വെക്കാമെന്ന് നെവീൻ പറയുന്നു. പിന്നെ നെവീൻ ആ ഭാഗത്തേക്ക് കാണുന്നേ ഇല്ല. 3 ദിവസമായി എന്ന് തോന്നുന്നു നെവീൻ കിച്ചണിലേക്ക് കയറിയിട്ടില്ല. സത്യം പറയുകയാണെങ്കിൽ കിച്ചണിൽ കയറിയിട്ടില്ല അതുവരെ. അപ്പോൾ ജിഷിൻ അങ്ങോട്ട് വരികയാണ്, കിച്ചണിലേക്ക് വരുന്നു. ജിഷിൻ വന്നിട്ട് പറയുകയാണ്, ആരാണ് ഇവിടെ പയർ ഇത്രയും വേവിച്ച് വയ്ക്കാൻ പറഞ്ഞത്, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞില്ലേ അപ്പോൾ എന്ന് ജിഷിൻ പറയണു. അപ്പോൾ ഇവളുണ്ടാക്കിയത് ഞാൻ കഴിക്കില്ല അനു, ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ജിഷിൻ നീ അവിടെ ഇവിടെ പിടിച്ചതൊന്നും വെച്ചിട്ട് ഉണ്ടാക്കിയതല്ലേ, അതെനിക്ക് പറ്റത്തില്ല എന്ന് ആര് പറഞ്ഞു, ജിഷിൻ പറയുന്നു. അപ്പോൾ ആരും ജിസയിലും നമ്മുടെ ഹ്യൂമിനിറ്റി പിടിച്ചിട്ട് ഒരു സൈഡിലിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ അവിടെ ഇരുന്ന് കൊണ്ട് പറയുകയാണ്, ജിസൽ പറയാണ്, അത് എന്താ ജിഷിനെ ഉണ്ടാക്കി, അതെന്താ ജിഷിൻ ഉണ്ടാക്കാമല്ലോ എന്നൊക്കെ അനുമോളോട് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒനേൽ വന്നിട്ട് പറയാണ്, നിനക്ക് കയറ്റാൻ വേണ്ടിയാണ് അവിടെ ഉണ്ടാക്കുന്നത്, മര്യാദയ്ക്ക് നിന്നോളണം കേട്ടല്ലോ എന്ന് പറയുന്നു. നീ വല്ലതും വലിയ ഇതൊന്നും ആവണ്ട എന്ന് പറയുന്നു. അപ്പം ജിഷിൻ, ഞാൻ കഴിക്കില്ല, ആർക്ക് വേണം ആ വേസ്റ്റ്, ഇങ്ങനൊന്നും പറയാൻ പാടില്ല ശരിക്കും. അപ്പോൾ ആ വേസ്റ്റ് ആർക്ക് വേണം, ആ വേസ്റ്റ് എൻ്റെ പട്ടി കഴിക്കുമെന്ന് പറയുന്നു. വിദ്വേഷവും കുശുമ്പും കൊണ്ടുണ്ടാക്കുന്നതാണ്, അതൊന്നും എനിക്ക് വേണ്ട. ഇതിൻ്റെ ഇടയിൽ ഷാനവാസ് നമ്മുടെ KGF ട്യൂണൊക്കെ ഇട്ടിട്ട് ടങ് എന്ന് പറഞ്ഞിട്ട് ട്യൂണൊക്കെ ഇട്ടിട്ട് അവിടെ മാസ് കാണിച്ച് KGF ഡയലോഗൊക്കെ പറഞ്ഞിട്ട് മാസ് കാണിച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ
ഇതിനിടയിൽ നമ്മുടെ ജിഷിൻ സമരത്തിലാണ്. ഞാൻ കഴിക്കത്തില്ല, എന്ത് പറഞ്ഞാലും കഴിക്കത്തില്ല പറഞ്ഞ് സമരത്തിലിരിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷമാണ് നമ്മുടെ അതിന് നല്ല രീതിയിൽ അവിടെ വഴക്കും കാര്യങ്ങളൊക്കെ, പിന്നെ എല്ലാവരും കൂടി ഇടപെട്ട് നല്ല രീതിയിൽ വഴക്കും കാര്യങ്ങളൊക്കെ കിച്ചൻ്റെ ഭാഗത്ത് നടക്കുന്നുണ്ട്. അതിനുശേഷമാണ് നമ്മുടെ പ്രമാദമായ ക്യാപ്റ്റൻസി ടാസ്ക് വരുന്നത്. നമ്മുടെ ക്യാപ്റ്റൻസി ടാസ്ക് വളരെ സിമ്പിളായിട്ടുള്ള ടാസ്ക്കാണ്. വിമാനം പറത്തുക, അതാണ് ടാസ്ക് എന്ന് പറയുന്നത്. നമ്മുടെ ഗാർഡൻ ഏരിയയിലാണ്. നമ്മുടെ വ്യത്യസ്ത രീതിയിലുള്ള കളറിലുള്ള നമ്മുടെ A4 ഷീറ്റ് വെച്ചിട്ടുണ്ട്, നല്ല 3 പ്ലേലിസ്റ്റുകളിലായിട്ടുള്ള. അതിനകത്ത് അതായത് ഈ ക്യാപ്റ്റൻസിയിലേക്ക് മത്സരിക്കുന്നവർ അത് ആണ് ഇവിടെ മത്സരിക്കേണ്ടതെന്ന് പറയുന്നു. അവർക്ക് 3 കോളം അടിച്ചിട്ടുണ്ട്. അതായത് 3 കോളം എന്ന് പറയുന്നത് 3 കോളത്തിലായിട്ട് ഒന്ന് കണ്ണൂരെന്നും ഒന്ന് കൊച്ചിയെന്നും ഒന്ന് തിരുവനന്തപുരം എന്നും ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. അതായത് വിമാനത്താവളത്തിൻ്റെ പേരാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ബിഗ് ബോസ് ഇവരോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഉണ്ടെന്ന് പറയുന്നു. അതായത് വിമാനം ഓടിക്കാനുള്ള ലൈസൻസ് ഉണ്ടോ? ഇല്ല എന്ന് പറയുന്നു. നിങ്ങൾ വിമാനം ഓടിക്കണം എന്ന് പറയുന്നു. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഷീറ്റ് പേപ്പർ വെച്ചിട്ടുണ്ട്. വിമാനം ഉണ്ടാക്കുക എന്നാണ് പറയുന്നത്. ഇതിന് പോയിന്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് തൊട്ട് ഫ്രണ്ടിൽ വീണ് കഴിഞ്ഞാൽ കണ്ണൂർ, അതിന് തൊട്ട് ഫ്രണ്ട് വീണ് കഴിഞ്ഞാൽ കൊച്ചി, അതിന് തൊട്ട് ഫ്രണ്ടിൽ വീണ് കഴിഞ്ഞാൽ തിരുവനന്തപുരം. ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. തിരുവനന്തപുരത്ത് വീണ് കഴിഞ്ഞാൽ 5 പോയിൻ്റാണ് കിട്ടുക എന്നും പറയുന്നു. അങ്ങനെ തിരുവനന്തപുരത്ത് വീണ് കഴിഞ്ഞാൽ 5 പോയിന്റ്, കൊച്ചിയിൽ വീണ് കഴിഞ്ഞാൽ 3 പോയിന്റ്, കണ്ണൂർ വീണ് കഴിഞ്ഞാൽ 1 പോയിന്റ് മാത്രമേ കിട്ടുള്ളൂ എന്ന് പറയുന്നു. ആദ്യമേ വരുന്നത് നമ്മൾ ആദിലയാണ് വരുന്നത്. ആദിലേക്ക് അറിയുന്ന പോലുമില്ല, വിമാനം എങ്ങനെ ഉണ്ടാക്കുന്നതെന്നും പോലും അറിയുന്നില്ല. അണ്ടർ ഫ്ലോപ്പാണ് ആദില. അപ്പോൾ ആദില അത് എങ്ങനെയൊക്കെ തിരിഞ്ഞ് മറിഞ്ഞ് ഉണ്ടാക്കിയിട്ട് അങ്ങനെയൊക്കെ തല തിരിഞ്ഞൊക്കെ വീഴുന്നുണ്ട്. ഫ്രണ്ടിൽ വീഴുന്നു, എല്ലാം ഫ്രണ്ടിൽ തന്നെയാണ് വീഴുന്നത്. അപ്പോൾ കണ്ണൂരിലാണ് വീഴുന്നത്. അപ്പോൾ 4 പോയിന്റ് നമ്മുടെ ആദിലേക്ക് കിട്ടുന്നു. അടുത്ത് ജിസലാണ് വരുന്നത്. ജിസൽ വന്നിട്ട് എന്തൊക്കെയോ കാട്ടുന്നുണ്ട്, ഒന്നും അറിയാത്ത പോലെ എന്തൊക്കെയോ കൂട്ടുന്നുണ്ട്. അത് അവസാനം ജിസലിന് 1 പോയിന്റ് മാത്രമാണ് കിട്ടുന്നത്. അവസാനം നമ്മുടെ ഒനേൽ വരുന്നു. ഒനേൽ എങ്ങനെയൊക്കെ ഒപ്പിക്കുന്നുണ്ട്, പുള്ളിക്കാരൻ ഉണ്ടാക്കാനൊന്നും അറിയുന്നില്ല, പക്ഷേ എങ്ങനെയൊക്കെ ഒപ്പിക്കുന്നുണ്ട്. അങ്ങനെ അത് കൊച്ചിയിലും വീഴുന്നുണ്ട്, അതുപോലെ തന്നെ തിരുവനന്തപുരത്തും വീഴുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ആരാ ജയിക്കുന്നത്? നമ്മുടെ ഒനേൽ ജയിച്ചിട്ട് അങ്ങനെ ക്യാപ്റ്റൻ ആവുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഇപ്പോൾ ഇതുവരെ നടന്ന ലൈവ് അപ്ഡേറ്റിനകത്ത് നടന്ന പ്രധാനപ്പെട്ട സംഭവവികാസങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആഴ്ചത്തെ ക്യാപ്റ്റനായി മാറിയ, അതായത് 7th വീക്കിലേക്ക് ക്യാപ്റ്റനായി മാറിയ നമ്മുടെ ഒനേലിന് എല്ലാവിധ അനുഗ്രഹങ്ങളും. കൺഗ്രാജുലേഷൻ. അടുത്ത വീക്ക് നല്ല രീതിയിൽ ക്യാപ്റ്റനായിട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, അടുത്ത വിശേഷമായിട്ട് വരാം. അതെല്ലാം എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ ആൻഡ് സീ യു.